യുഎയുടെ 53-ാം ദേശദിനാഘോഷത്തിൽ ദേശീയ പതാകയുടെ ചതുർവർണ്ണവും 22 കാരറ്റ് സ്വർണം കൊണ്ട് ഭരണാധികാരികളുടെ മുഖങ്ങളുമായി തിളങ്ങി മലയാളി യുവാവ്. സംരംഭകനും അൽമാനിയ ഗ്രൂപ്പ് ചെയർമാനുമായ കോഴിക്കോട് സ്വദേശി ഷെഫീഖ് അബ്ദുൾ റഹ്മാനാണ് റോൾസ് റോയ്സിന്റെ പുതിയ മോഡൽ ഇലക്ട്രിക് കാറായ സ്പെക്ട്ര ദേശീയ വർണ്ണങ്ങളാൽ അലങ്കരിച്ച സ്വദേശികളുടെ അടക്കം ശ്രദ്ധ നേടിയത്. 2 എഞ്ചിനുകളുള്ള ഈ കാറിന് 12 കോടി ഇന്ത്യൻ രൂപയാണ് വില. ഈദുൽ ഇത്തിഹാദ് എന്ന ഈ പ്രാവശ്യത്തെ ദേശീയാഘോഷത്തിന്റെ പ്രതീകമായി സായിദ് റാഷിദ് ചിത്രമാണ് കാറിലെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ഷെഫീഖ് പറഞ്ഞു. യുഎയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, ഷെയ്ഖ് റാഷിദ് ബിൻ മക്തും, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി, സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുവൈമി എന്നിവരെ കൂടാതെ തന്റെ ഹീറോയായ ദുബായ് കിരീടാവകാശിയെ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെ ചിത്രവും പറന്നുയരുന്ന ഫാൽക്കണിന്റെ ചിത്രവും സ്വർണം കലർന്ന ഇലക്ട്രോ പ്ലേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ച കാറിൽ ചിത്രീകരിച്ചിരുന്നു. യുഎഇ ഭരണാധികാരികൾ സ്വീകരിച്ച ധീരമായ സമീപനങ്ങളോടുള്ള ആദരമാണ് ഇതെന്നും ഷെഫീഖ് വ്യക്തമാക്കി. യുഎഇയിലെ അറിയപ്പെടുന്ന ചിത്രകാരൻ അഷർ ഗാന്ധിയാണ് കാറിനെ അണിയിച്ചൊരുക്കിയത്. ദേശീയദിനത്തിന്റെ എല്ലാ മുദ്രകളും ഒതുക്കത്തോടെ ചിത്രീകരിക്കാനാണ് താൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് അഷർ പറഞ്ഞു. കോഴിക്കോട് കക്കോവ് സ്വദേശിയായ ഷെഫീഖ് അബ്ദുറഹ്മാൻ 2005-ലാണ് ജോലി തേടി യുഎഇയിലെത്തിയത്. ഷാർജയിൽ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി. പിന്നീട് റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ ജോലി ലഭിച്ചതോടെ ഉയർച്ച ആരംഭിച്ചു. അറബിക് ഭാഷയിൽ നേടിയ പ്രാവീണ്യവും തുണയായതായി ഷെഫീഖ് പറയുന്നു. ഇപ്പോൾ ദുബായിലും വടക്കൻ എമിറേറ്റുകളിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സജീവം. ദേശീയദിനാഘോഷങ്ങളുടെ ഭാഗമായി 14 വർഷമായി കാർ അലങ്കാര പ്രദർശനങ്ങളിൽ സജീവമായി പങ്കെടുക്കാറുണ്ട്.